വാർത്തകൾ 2026 പി. കേശവദേവ് സാഹിത്യ പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും പത്രപ്രവർത്തകനുമായ സുഭാഷ് ചന്ദ്രനും ഡയാബ് സ്ക്രീൻ കേരള പുരസ്കാരം ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നും ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ഹിൽട്ടൺ ഗാർഡനിൻ ഹാളിൽ വച്ചാണ് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത്. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് സുഭാഷ് ചന്ദ്രനെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. അപരിചിതനായ രോഗിക്ക് സ്വന്തം വൃക്ക ദാനം ചെയ്ത് മാതൃകയായതിനാണ് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യത്തിന് ഡയാബ് സ്ക്രീൻ കേരള പുരസ്കാരം സമ്മാനിച്ചത്. 50,000 രൂപയും പ്രശസ്തിപത്രവും ആർട്ടിസ്റ്റ് ബി.ഡി. ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. എല്ലാ പ്രധാനപ്പെട്ട കൃതികളിലെയും കഥാപാത്രങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യരെ സാധാരണ എഴുത്തിന്റെ വഴിയിൽ നിന്നും വേറിട്ട് സഞ്ചരിച്ച് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന അമർഷവും പ്രതിഷേധവും ദേഷ്യവും എതിർപ്പും എല്ലാം തന്റെ കഥാപാത്രങ്ങളിലൂടെ തന്റെ കഥകളിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എതിർപ്പെന്നുള്ള ആത്മകഥ തന്നെ എത്ര ആത്മാർത്ഥതയുള്ള ഒരു ആത്മകഥയാണ്. പലരും ആത്മകഥയും ജീവചരിത്രങ്ങളും എല്ലാം എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോവുകയും അപ്രിയങ്ങളായ കാര്യങ്ങൾ മറന്നുപോവുകയും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇല്ലാത്ത കാര്യം ഈ മനുഷ്യൻ സത്യസന്ധമായിട്ടാണ് തന്റെ ആത്മകഥ എതിർപ്പ്. അതിലിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലരിങ്ങനെ എഴുതാൻ വേണ്ടി എഴുതും, ചിലർക്ക് എഴുതാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എഴുതും. ഞാൻ അങ്ങനെ എഴുതാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ ഒരാൾ. ആ എതിർപ്പ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളോടുള്ള എതിർപ്പുകളായിരുന്നു. എപ്പോഴും തന്റെ അമ്മ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കണ്ണീര് വന്നിരുന്നൊരു മകനായിരുന്നു. എല്ലാവരും അത് വായിക്കുമ്പോൾ എല്ലാവരുടെയും അമ്മമാരെ കുറിച്ച് ഓർക്കും. എത്രമാത്രം കഷ്ടപ്പെട്ടാണ്, ത്യാഗങ്ങൾ സഹിച്ചാണ് അമ്മമാര് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. തൊട്ടിൽ കെട്ടി താരാട്ടുപാടി കുഞ്ഞി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയെടുത്ത് വലുതാവുമ്പോൾ മക്കൾ തനിക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ അമ്മയെ കൊല്ലുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ആലോചിക്കും. അപ്പൊ സ്വന്തം അമ്മയെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ കണ്ണു നനയുകയും അമ്മയെ കുറിച്ച് ഓർക്കുകയും അമ്മയുടെ സങ്കടങ്ങൾ ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ. ആ എതിർപ്പിന്റെ ശബ്ദം അദ്ദേഹം കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിലൂടെ പൊതുമണ്ഡലത്തിലൂടെ ഉയർത്തി. അത് നിത്യജീവിതത്തിലും അതുണ്ടായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളോട് യോജിപ്പുണ്ടായിരുന്നു. ഹിന്ദുമതത്തിലെ സംവിധാനങ്ങളോട് പോരടിച്ചു. അന്ന് നിലനിന്നിരുന്ന ആ യാഥാസ്ഥിതികതയെ അതിശക്തമായി എതിർത്തു ആര്യ സമാജത്തിൽ ചേർന്നു. പക്ഷെ അദ്ദേഹത്തിന് ചിലർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് പോയി നമ്മൾ കുറെ തളർന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പല മനുഷ്യരും കോംപ്രമൈസ് ചെയ്യും, വിട്ടുവീഴ്ചകൾ ചെയ്യും. അങ്ങനെ ഒന്നിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ആര്യ സമാജത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അതിന്റെ ആശയങ്ങളോടും ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിലനിന്നിരുന്ന പ്രവണതകളെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് പുറത്തുപോയി. ആ എതിർപ്പിന്റെ നിഷേധി എന്നാണല്ലോ നമ്മൾ എതിർക്കുന്നവരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അഹങ്കാരി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കും. ആത്മവിശ്വാസത്തോടുകൂടി സമൂഹത്തിൽ കാണുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുന്നവർ നമ്മുടെ മുമ്പിൽ ധിക്കാരികളും നിഷേധികളും ഒക്കെയാണ്. അങ്ങനെയാണ് അവരെ നമ്മളെല്ലാം ചിത്രീകരിക്കുന്നത്. പക്ഷെ അവരെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നേരിട്ടറിഞ്ഞ് അതിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അതിനോടുള്ള പ്രതിഷേധവും അമർഷവും നിരാശയും സങ്കടവും വാക്കുകളിലൂടെ, അതിമനോഹരമായ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിച്ച് ഒരു സാഹിത്യ ലോകം തീർത്ത ഒരാളാണ് ശ്രീ കേശവദേവ്.